പട്ടിനെ പേടിച്ച് പട്ടി കേറാതിരിക്കാൻ വേണ്ടി സീറ്റും ഒക്കെ അല്ലേ. എന്തൊരവസ്ഥയാണ് ഒരു കർഷകൻ. അതെ അല്ലേ, ഇത് കണ്ടോ, ഇതുപോലെ വലയൊക്കെ ഇട്ടാണ് ആപ്പാടെ സാധാരണ ചെയ്യുന്നതിൻ്റെ 4 പോലും ചീരയില്ല. 4 10 പോലും ഇല്ലെന്ന് വേണം പറയാൻ. പക്ഷേ എന്നിട്ടും അതുപോലും ഇതുപോലെ ഈ വലയൊക്കെ വെച്ച് കെട്ടിയാണ് ആ പാവപ്പെട്ടൊരു മനുഷ്യൻ. പണിച്ചെലവുകളും എല്ലാം കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, എൻ്റെ അനുഭവമാണ് പറയുന്നത്. 9-10 ലക്ഷം രൂപ ഉണ്ടാവും ഈ 1.5 കിലോ അരിയുന്നു. അരിയുണ്ട്. 100 അരി വകയ 50,000 രൂപ. ആ സാധനത്തില് ഒന്ന് ആലോചിക്കണോ, അതായത് നമുക്ക് നഷ്ടപ്പെട്ടത് 9-10 ലക്ഷം രൂപയാണ്. 1.5 കിലോ അരിയല്ല, അതെ, 10 ലക്ഷം രൂപയാണ് നമുക്ക്. എൻ്റെ ജീവിതമാർഗം തകർന്ന കടക്കണിയിലാണ്. എനിക്ക് എൻ്റെ ഇതുവരെ ഇപ്പോൾ ഒരു വർഷക്കാലമായിട്ടുണ്ടായിരിക്കുന്ന കടം തീർക്കാനുള്ള കാശ് എനിക്ക് കിട്ടും. അതല്ലെങ്കിൽ പട്ടിയെ കൊല്ലാനുള്ള അനുവാദം തന്നെ. പട്ടിയെ കൊല്ലാൻ എനിക്കറിയാം, വെടിവെക്ക തല്ലിക്കൊല്ലിയല്ല, അല്ലാതെ എനിക്ക് ദോഷമായിട്ട് എൻ്റെ വീട്ടിലോ എൻ്റെ കൃഷിസ്ഥലത്തോ വരുന്ന പട്ടി സ്വയം ചാവും. അതിനുള്ള വഴി എനിക്കറിയാം. പക്ഷെ ആ വഴി പ്രയോഗിക്കുമ്പം പട്ടി ചത്തു കഴിഞ്ഞാൽ എനിക്ക് പരാതിയും ദോഷമൊന്നും ഉണ്ടായിരുന്നാൽ മതി. അതല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ പട്ടി വരികയില്ല. എനിക്ക് വരുന്ന പട്ടി ചത്തു കഴിഞ്ഞാൽ പിന്നെ പട്ടി കയറിയല്ല ഇവിടെ. പിന്നെ ഞാൻ തുടർന്ന് കൃഷി ചെയ്യാൻ എനിക്ക് അറിയാം, ചെയ്യും. അതല്ല അനുവദിക്കുന്നില്ലെങ്കിൽ എനിക്ക് ജീവിക്കാനുള്ള കാശും തന്നെ. നമ്മൾ അങ്ങനെ ശേഖരൻ എന്ന് പറഞ്ഞാൽ അറിയില്ല, ചീരക്കാരൻ മാത്രമേ അറിയുള്ളൂ. അതെന്നും ഉണ്ടാകും, ഇല്ല ഏട്ടാ, നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അല്ലെ, ഏത് സീസണിലും. പരാതി കൊടുത്തിട്ട് നിലവിൽ ആരെങ്കിലും ഒന്ന് നോക്കാനോ അന്വേഷിക്കാനോ വന്നിട്ടുണ്ടോ? കൊടുത്തിട്ട് നോക്കാൻ വേണ്ടി വരാന്നൊക്കെ പറഞ്ഞല്ല, വരുന്നില്ല. ഇതുവരെ വാക്കാൽ പറഞ്ഞതല്ലാതെ നേരിട്ട് ഇതുവരെ ആരും വന്നിട്ടില്ല അല്ലേ? പകല് മകളിരിക്കും, രാത്രി ഞാനിരിക്കും, അങ്ങനെ ചെയ്തിട്ട് ഞാനൊരു 10,000-8,000 രൂപയുടെ ചീര വെച്ചു. ആ ഒരു ഇച്ചിരി ഭാഗി ചെയ്തു, ഇച്ചിരി ഭാഗി. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ കടക്കണിയായതുകൊണ്ട് അറിഞ്ഞ് തന്നാൽ വലിയ ഉപകാരമാണ്, രക്ഷപ്പെടാൻ മാർക്കുള്ളൂ. ജീവിച്ചു പോകാൻ. പട്ടിയെ നശിപ്പിക്കുക. ഇത് സ്ഥലമാണൊക്കെ ഇതുപോലെ പറിച്ചു നടും. പിന്നെ അത് തണുപ്പും ഇതിനിടയ്ക്കൊക്കെ പട്ടികരണമാണ്. അവിടെയൊക്കെ ഇതിനിടയ്ക്ക് ക്യാപ്പ് സ്ഥലം എടുക്കാത്ത സ്ഥലമില്ല. പട്ടിക്കൂട്ടി ഇങ്ങോട്ട് അങ്ങ് കിളച്ച് മറിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പോയില്ല. ഇവിടെയൊക്കെ മെന്തോസിയായിട്ടാണ് ഞാൻ ഇത് കിളിപ്പിക്കുന്നത്. ഇതിന് മണ്ണും കൂനയും ഇങ്ങോട്ട് പരത്തി വിടും. വണ്ടി വിടുത് കഴിഞ്ഞിട്ട് സ്ഥലം കണക്ക് ഈ തൈ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പറിച്ച് നടും. മൊത്തമായിട്ട് പറിച്ച് നട്ടു കഴിഞ്ഞു. അപ്പോൾ എമ്പാടുമായില്ല. അത് കഴിയുമ്പോൾ ഇത് പറിച്ച് നട്ട് കഴിഞ്ഞൊരു 10 ദിവസം കഴിയുമ്പോൾ വേറെ പാട്ടി കുറച്ച് പോകും. അപ്പം ഈ നമ്മൾ നട്ടതിൻ്റെ വിളവെടുക്കുമല്ലോ, വിളവൊരു 20-25 ദിവസം എടുക്കാം. 45 ദിവസം മതി മൊത്തം. മണ്ണിലോട്ട് വിത്തരി ഇട്ട് കഴിഞ്ഞാൽ അത് പറിച്ചു വേണ്ടതും അത് അതിന്റെ വിളവെടുക്കുന്നതും കൂടി എല്ലാം കൂടി 45 ദിവസം കൊണ്ട് കൈ കാശാക്കാം. ഈ ശേഖരനെ ഏറ്റവും കൂടുതൽ വിറ്റിട്ടുള്ളതും ചീരയല്ലേ? എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ചീരയിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. പരിപാലനമുള്ളത് ചീരയാണ്. അപ്പം എമ്പാടും നട്ടില്ലേ, അത് പാകമാണ് ഒരു അച്ചമ്പത് പറിക്കും. ഒരു ദിവസം കൊണ്ട് എല്ലാം നട്ടു തീരുന്നത്. ആദ്യം നട്ടത് വളരും, വളമ്പഴം കൊടുക്കുമ്പോഴേ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങേറ്റത്ത് നിന്ന് ഇങ്ങനെ ഒരു 50 കിലോ പറിച്ചെന്നിരിക്കട്ടെ. 50 കിലോ വിൽപ്പനയ്ക്ക് വേണ്ടി നമ്മൾ പറിച്ചു ഒരു അച്ചമ്പത്. ആ 50 കിലോ പറിച്ച പാട്ടി സമയമുണ്ട് അന്ന് തന്നെ നടിയിക്കും, അല്ലെങ്കിൽ പിറ്റേന്ന് വരും. ശരിക്കും പറഞ്ഞാൽ ഇപ്പം എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോൾ 86 ആകുന്നു. 86 അല്ലേ? എത്ര വർഷമായി? ഞാൻ 98 മണിയാണ്. ഇതുപോലുള്ള കർഷകരെ അലട്ടുന്ന കുറേ സംഭവങ്ങളുണ്ട്. കിഴക്കൻ മേഖലകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ കാട്ടുപന്നികളുടെ ശല്യമാണ് അവിടെ ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെയുള്ള നമ്മുടെ എനിക്ക് തോന്നുന്നു പടിഞ്ഞാറൻ ഭാഗത്തേക്ക് വരുമ്പോൾ ആലപ്പുഴയും അതുപോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വരുന്ന കർഷകർ ബുദ്ധിമുട്ടിക്കുന്ന അലട്ടുന്ന വിഷയം എന്ന് പറയുന്നത് പട്ടിശല്യമാണ്.
ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പട്ടികൾ, നായ്ക്കൾ, ആ നായ്ക്കൾ ഇതുപോലുള്ള കൃഷികൾ, ഇതുപോലത്തെ ഈ 86 വയസ്സുള്ള ഒരച്ഛനാണ് ഇരിക്കുന്നത്. ഇതുപോലെ കഷ്ടപ്പെട്ട് ഈ കണ്ടത് നമ്മൾ ഇതേപോലെ സ്റ്റൂള് വിട്ട് ഇരുന്ന് പണിയെടുത്തു അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവർക്കൊക്കെ ബുദ്ധിമുട്ടാകുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ തെരുവ് നായ്ക്കളുടെ ശല്യമാണ്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ നമുക്കിവിടെ വരുമ്പോഴൊക്കെ കാണാം പല സ്ഥലത്തും മാന്തി ഒക്കെ ഇട്ടിരിക്കുകയാണ്. ഇതുപോലെ ഒരു ചീര അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഏറെ നാളത്തെ കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ട് അതൊന്ന് പൊന്തി വരുന്ന സമയത്തായിരിക്കും ഇവന്മാർ കൂട്ടമായിട്ട് കയറി മൊത്തം നാശമാക്കുന്നത്. അപ്പം നമ്മുടെ മെമ്പർ, ഇവരുടെയൊക്കെ കൂടെ കട്ടക്ക് നിൽക്കുന്ന മെമ്പറും നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. ജോളി മെമ്പർ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ജോളി മെമ്പറാണ് നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞത്. കാരണം ഷെയറേറിന് എനിക്കറിയാം, ഇതിനു മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം നേരിടുന്ന ഈ ഒരു വിഷയം പറഞ്ഞത് നമ്മളുടെ അടുത്ത് എത്തിച്ചത് ജോളി മെമ്പറാണ്. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ 11ാം വാർഡിലെ മെമ്പറാണ്, ആക്റ്റീവായിട്ടുള്ള ആളാണ്. മെമ്പർക്ക് എന്താ പറയുന്നത് ഈ ഒരു 11ാം വാർഡാണ്? അതെ, ഈ വാർഡിലെ മെമ്പറാ. എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ കുറച്ച് കർഷകരെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ഈ വാർഡിൽ. കർഷകരും പല തരത്തിലുള്ള ആളുകളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ അങ്ങനെ ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും വിവിധ മേഖലകളിൽ പ്രഗത്ഭരായ ആളുകളെ നമുക്ക് കിട്ടി. ഈ തെരുവ് നായ്ക്കളുടെ ഇത് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം തൊട്ടാണെന്ന് തോന്നുന്നു ഇത്രയും പ്രശ്നം അല്ലേ? 1.5 കൊല്ലം. നിലവിൽ പരാതി നമ്മൾ എവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്? പരാതി ഞാൻ ആദ്യമേ പോലീസിൽ കൊടുത്തു, സർക്കിളിന് കൊടുക്കാൻ കാരണം പട്ടിയെ കൊന്നു കഴിയുമ്പോൾ പിടികൂടാൻ പോലീസേ വരുള്ളൂ. അതുകൊണ്ടാണ് അഡ്വാൻസ് ചെയ്തത്. അത് കഴിഞ്ഞ് കൃഷിമന്ത്രിയായിട്ട് പല വേദിയിലും ഞാൻ കൂടാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ വാക്കിനാലും ഒക്കെ പറയും. പഞ്ചായത്തിൽ നേരിട്ടൊരു ദിവസം എന്നെ ഉൾപ്പെടെ നിർത്തിക്കൊണ്ട് സെക്രട്ടറിയോട് വിവരം പറഞ്ഞു. അതിനുശേഷം പിന്നീട് ഇപ്പോൾ ഒരു 8 മാസമായി തീരെ പാകാൻ അനുവദിക്കല്ല, പാകി കിളിപ്പിക്കാൻ അനുവദിക്കല്ല. കിളിപ്പിക്കാൻ അനുവദിച്ചിരുന്ന 1.5 കിലോയോളം ചീരയരി ആകെ മുഴുവൻ പോയി. 1.5 കിലോ ചീര അരി. ആ അരി എന്ന് പറഞ്ഞാൽ എത്ര രൂപയുടെ ചീരയാണ്? അവിടെ പല ഭാഗത്ത് പാകി, ഇവിടെ പല ഭാഗത്ത് പാകി, പാകി. ഇത് മുഴുവൻ നശിപ്പിക്കുകയാണ്. മഴ, കഠിനമായ മഴ തുടങ്ങുന്നതിന് മുമ്പ്, ഇനി 1 മാസത്തിന് മുമ്പ് ഞാൻ കുറച്ച് ചെയ്തിട്ട് പറിച്ചുകളിയല്ലേ, മകളിരിക്കും, രാത്രി ഞാനിരിക്കും, അങ്ങനെ ചെയ്തിട്ട് ഞാനൊരു 10,000-8,000 രൂപയുടെ ചീര വെച്ച് ആ ഒരു ഇച്ചിരി പാകി. പിന്നെ പാകണത് മുഴുവൻ ഇങ്ങനെ നശിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെയെല്ലാം ചീര ആണ് എപ്പോഴും. പറിച്ചിട്ട് വളർന്നെങ്കിലേ വിറ്റ് കാശ് മേടിക്കാൻ പറ്റുള്ളൂ. അത് പാകണം മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. അത് ഈ പകല് മൊത്തം ഈ വെയിലത്ത് കിടന്ന് പണിതിട്ട് രാത്രി ഉറക്കം നിന്ന് കൂടി നിൽക്കുകയാണ്. ഈ ചീര ഉണ്ടാവും. അതെ. 1.5 കിലോ ചീരരിയെ പാകിയത് കിളിച്ച് നടാൻ അനുവദിച്ചിരുന്നെങ്കിലേ പിന്നെ വളം വേണമല്ല, പിന്നെ നനക്കണമല്ല. ഈ വളവും പണിച്ചെലവുകളും എല്ലാം കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, എൻ്റെ അനുഭവമാണ് പറയണത്, 9-10 ലക്ഷം രൂപ ഉണ്ടാവും ഈ 1.5 കിലോ അരിയുണ്ട്. 100 കിലോ അരി വാങ്ങിയ 50,000 രൂപ. ആ സാധനത്തില് ഒന്ന് ആലോചിക്കണോ, അതായത് നമുക്ക് നഷ്ടപ്പെട്ടത് 9-10 ലക്ഷം രൂപയാണ്. 1.5 കിലോ അരിയല്ല. അതെ, 10 ലക്ഷം രൂപയാണ് നമുക്ക് നഷ്ടം. നമ്മളിപ്പം പറിച്ചു വെച്ചില്ല, വളർത്തിയില്ല, വിറ്റുമില്ല, അതൊന്നും ചെയ്തില്ല. അതെ. ചെയ്താൽ നമുക്ക് ഇതാണ് വരേണ്ടത്. തീരെ ഭാഗ്യവും ചീരരിയുടെ വിലയല്ലേ പോയുള്ളൂ. അതെ. പക്ഷെ മറ്റത് ചെയ്യാൻ അനുവദിച്ചില്ല. അതെ, അല്ല ചെയ്യാഞ്ഞത് കൊണ്ട് നമുക്കൊരു സീസണിൽ കിട്ടേണ്ട പൈസയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ചുരുക്കം പറഞ്ഞാലേ കടത്തില്. അതെ അല്ലേ? എൻ്റെ പെങ്ങന്മാരും മറ്റു ചില അടുത്ത ബന്ധുക്കളും പിന്നെ തൊട്ടടുത്ത അയൽവാസികളും രാഷ്ട്രീയ പിരിവുകാരും അമ്പല പിരിവുകാരും വിവാഹം, ഇനി മരിപ്പുണ്ടായാലും അവിടെയും കൊടുക്കണം. സ്വന്തക്കാരല്ലെങ്കിലും ചില വീട്ടിലൊക്കെ കൊടുക്കും. ഇതൊന്നും കൊടുക്കാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ ജീവിതവും പറ്റുന്നില്ല ഇപ്പോഴത്തെ അവസ്ഥ. 8-10 മാസക്കാരായിട്ട് എനിക്ക് 100 രൂപ കാശിന് ജീവിക്കാനുണ്ടോ? ജീവിതത്തിൽ കിട്ടേണ്ട
പിന്നെ പൈസയാണ് നഷ്ടപ്പെട്ടു പോയി. ചീര കിളിച്ചിരുന്നെങ്കിൽ ഇത് പറിച്ചു നട്ട് ഇച്ചിരി വളവും കൊടുത്ത് ഇല്ല അവിടെ വളം ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ആ വളം തീരേണ്ട കാലം കഴിഞ്ഞ് ഈ ചീര കിളിച്ചിരുന്നെങ്കിൽ. അപ്പം ഇങ്ങനെയാണ് അനുഭവം. പിന്നെ ഞാൻ ഈ പഞ്ചായത്തിലും കൃഷിഭവനിലും മൃഗാശുപത്രിയിലും പോലീസിലും ഒക്കെ പരാതി കൊടുക്കണത് പട്ടിക്കറിയാവാ ഇത് നമ്മൾ വേലെടുക്കണം നമ്മുടെ ജീവിതമാർക്കാണെന്ന് പട്ടിക്കറിഞ്ഞു. പട്ടി ഒന്നും തിന്നുന്നുമില്ല. അപ്പം നമ്മളെ തീറ്റയും പോയി കടക്കാരനുമായി. അതുകൊണ്ട് ഇനി നോക്കിയിട്ട് യാതൊരു പോകുമ്പോഴില്ല. എനിക്ക് ദോഷമായിട്ട് എൻ്റെ സ്ഥലത്ത് അന്യവൻ്റെ വീട്ടിൽ പോയി പട്ടീനെ കൊല്ലുകയല്ല. എനിക്കിതുപോലുള്ള സ്ഥലത്ത് വരുന്നതിന് ഞാൻ കിടക്കണ കാട്ടിലും ഒരു വലിയ തലയണി ഉണ്ടായിരുന്നു, ഒരു ബെഡല്ലേ. ആ തലയണി മുഴുവൻ പറിച്ചു എടുക്കണം. സാധാരണ ചേട്ടൻ കൃഷി കഴിഞ്ഞിട്ട് പോയിട്ട് അവിടെ കിടക്കണതാണ്. ഇത് ആ ബെഡ് മുഴുവനും വലിച്ചു കയറി അങ്ങനെ സങ്കടകരമായിട്ട് അങ്ങനെ ഇരിക്കണം നമ്മൾ കണ്ടിട്ടില്ല. ആ ഉച്ച സമയത്തും കൃഷിയിടത്തിലായിരിക്കും. പക്ഷെ ആ സമയത്തും പിന്നെ കിടന്നുറങ്ങുന്ന ഒരു അവസ്ഥയല്ല. എന്താ വെച്ചാൽ മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട് ഓരോ ദിവസങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാണ് അവസ്ഥ. എന്ത് ചെയ്യാനാണ്? അപ്പം ഞാൻ ഈ അഭയം തേടണതേ ശേഖരചേട്ടന് നമ്മള് അങ്ങനെ ശേഖരൻ എന്ന് പറഞ്ഞാൽ അറിയില്ല, ചീരക്കാരൻ ശേഖരൻ എന്ന് പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. അതെന്നും ഉണ്ടാകും. ഇല്ല ഏട്ടാ, നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അല്ലെ? ഏത് സീസണിലും ഉണ്ടാക്കിയെടുക്കും. ഞാൻ ഇതൊക്കെ ഇനി അഥവാ ഇച്ചിരി ഇലക്കേടില്ലേ അവിടെ കുറച്ച് ഈ ഇലക്കേട് ഇച്ചിരി കേട്ടുള്ള ഭാഗം അവിടെ വെച്ച് കളഞ്ഞിട്ട് കച്ചവടക്കാര് വന്ന് കൊണ്ടുപോകണത് കൂടാതെ ഞാൻ കൊണ്ടുവന്നിരിക്കും. അല്ലാതെ നമ്മൾ അതിനായിട്ട് വേറെ ആളെ നോക്കാറില്ല. വന്ന് കൊണ്ടുപോകുന്ന കച്ചവടക്കാരുണ്ട്, അവർ 2-3-4 പേരുണ്ട് സ്ഥിരമായി വരുന്നത്. തീരെയല്ല. അപ്പൊ നമ്മൾ ഇറങ്ങിക്കുക. ചൂടും കൊണ്ടുപോകും. പൊതിഞ്ഞു കൊടുക്കാൻ കടലാസും അത് കെട്ടിക്കൊടുക്കാൻ നാരും. സൈക്കിളല്ലേ ഏട്ടാ പോണേ? സൈക്കിളല്ലേ ഇപ്പൊ 1 കിലോ ചീരക്ക് 130 രൂപ വിലയുണ്ട്. എന്റെ ഉണ്ടായിരുന്നെങ്കിൽ 130 രൂപയ്ക്ക് വിൽക്കാം. ആ 130 രൂപയുടെ ചീര 250 രൂപയ്ക്ക് വിൽക്കാൻ പറയും. 1 കിലോ ചീര 5 കെട്ടായിട്ട് കിട്ടും. ഉണ്ട് 5 കെട്ടായിട്ട് കിട്ടി. ഒരു കെട്ടിന് 50 രൂപ. 50 രൂപയാണ് ഒരു കെട്ടിന്. 5000-2000 രൂപ, 250 രൂപ. അത് മേടിക്കുന്നവർക്കും താല്പര്യം. അതെ. അവനും 50 രൂപയ്ക്ക് ഒരു കറിക്കുള്ളതാവും, നമുക്ക് 250 രൂപ പോക്കറ്റിൽ ഇരിക്കും. കച്ചവടക്കാർക്ക് കൊടുത്താൽ അങ്ങനെ അറ്റം വന്നാൽ 130 രൂപ കിട്ടും. ഓണക്കാലത്തേക്കുള്ള നല്ലൊരു സമ്പാദ്യം. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനിപ്പോ? ആ ചോദ്യത്തിനാണ് ഒരു ഉത്തരവില്ലാത്തത്. തീർച്ചയായിട്ടും തെരുവുനായ്ക്കളെ കൊണ്ട് ഇപ്പൊ മനുഷ്യരടക്കം നമ്മൾ ഓരോ വാർത്തകളിലും കേൾക്കുന്നത് മനുഷ്യരടക്കം കൊല്ലുന്നൊരവസ്ഥയിലേക്ക് തീരുകയാണ്. പക്ഷെ നമുക്ക് ABC പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ് നമുക്ക് തെരുവുനായ്ക്കൾക്കെതിരെ, അതായത് അവരെ വന്ധ്യീകരിച്ച് ഇപ്പൊ നമുക്ക് പഞ്ചായത്തിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കൂട്ടത്തോടുള്ള പട്ടികളെ നമ്മളെ സ്ഥലത്തുനിന്ന് വന്ന് എടുത്തുകൊണ്ട് പോയി അവരെ വന്ധ്യീകരിച്ചതിന് ശേഷം വീണ്ടും എവിടെ നിന്നാണോ എടുത്തത് അവിടേക്ക് കൊണ്ട് തിരിച്ചിട്ടേച്ച് പോവുകയാണ്. വലിയൊരു അപകടമാണ്. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഈ ഒരു ഭാഗത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 10-15 പട്ടി എപ്പോൾ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. ഒരു 15 അല്ല, അതിലധികം പട്ടിയുണ്ട്. ഇപ്പോൾ അംഗനവാടിയിൽ കുട്ടികൾ കൂടെ പോയി സഞ്ചരിക്കുന്ന ഒരു വഴിയും കൂടെ ആണ്. എപ്പോഴാണ് ഒരു അപകടം വരുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുകയില്ല. എന്നാൽ ഡെയിലി നമ്മൾ ഈ ഇതുപോലത്തെ അപകടങ്ങൾ കാണുന്നുണ്ട്, വായിക്കുന്നുണ്ട്. ശക്തമായൊരു നടപടിയിലേക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പൊ നമുക്കറിയാലോ, ഒരു പട്ടി കടിച്ചു കഴിഞ്ഞാൽ അവനൊരു ചികിത്സാ സഹായം പോലും കൊടുക്കാനായിട്ട് പഞ്ചായത്തിലില്ല എന്നുള്ളതാണ്. നമ്മൾ മുൻകാലങ്ങളിലൊക്കെ അങ്ങനെ ഒരു സഹായമൊക്കെ ചെയ്യുമായിരുന്നു. പഞ്ചായത്തിൽ മാത്രമല്ല, ഇപ്പം നമ്മുടെ നാട്ടിലുള്ള സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചെന്നാലും അവരും തള്ളുപിടിയാണ്. മെഡിക്കൽ കോളേജിലേക്ക് പോയിക്കൊള്ളാനാ പറയുന്നത്. അത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്കാണെങ്കിൽ ആ ഇഞ്ചക്ഷൻ ഫ്രീ ആയിട്ട് കിട്ടും. പക്ഷെ ആ ചില ഘട്ടങ്ങളിൽ ആ മരുന്ന് പോലും ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ കയ്യിൽ നിന്ന് പൈസ എടുത്ത് വാങ്ങേണ്ടി വരും. ഈ ലേറ്റസ്റ്റ് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു നായ തന്നെ ഒരു 6-7 പേര് കടിച്ചവരാണ്. അവർ ഓരോരുത്തരും 2500 രൂപ, 4000 രൂപയ്ക്കും 3000 രൂപയ്ക്കും ഓരോ തൂക്കം അനുസരിച്ചാണ് അതിൻ്റെ ഇഞ്ചക്ഷൻ. അപ്പം അത് അവർ കയ്യിൽ നിന്ന് കാശ് മുടക്കിയാണ് അവർ ചെയ്തിട്ട് വീട്ടിൽ റെസ്റ്റിലുമാണ്. ഈ നമ്മളിപ്പം വേറൊന്നുമില്ല, ഇതുപോലത്തെ സംഭവങ്ങൾ നിങ്ങളുടെയും ഒക്കെ നാട്ടിലൊക്കെ ഉണ്ടാവും. അപ്പം ഇതിനൊരു പരിഹാരം ഉണ്ടാകണം. ഇതുപോലുള്ള ആളുകൾ, കഷ്ടപ്പെടുന്ന
അതുപോലെ തന്നെ നമ്മുടെയൊക്കെ മക്കളും കൊച്ചുമക്കളും എല്ലാം റോഡിലൂടെ പ്രായമുള്ളവർ കഴിഞ്ഞ ദിവസം ഒരു പ്രായമുള്ള അമ്മയെ റോട്ടിലിട്ട് അത് സഹിക്കാൻ പറ്റുന്നത് ദയനീയമായ അവസ്ഥ. അവര് അയ്യോ അയ്യോ എന്നും പറഞ്ഞിട്ട് കരയുന്നുണ്ട്. പക്ഷെ ഓടിയെടുക്കാൻ പോലും ആളുകൾക്ക് പേടിയാണ്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഈ സിറ്റുവേഷൻ, ഈ ഒരു അവസ്ഥയ്ക്ക് എന്ത് ചെയ്യണം, എന്താണ് ചെയ്യേണ്ടത്, എന്തെങ്കിലും പോംവഴിയുണ്ടോ, നമ്മുടെ കേരളത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കാരണം നമ്മുടെയൊക്കെ ആളുകൾക്ക് നേരത്തെ നമ്മുടെ ശേഖരേട്ടൻ പറഞ്ഞ പോലെ അതിനെയൊക്കെ നമ്മൾ ചത്താലും ഇത്രക്കിത്രയേ ഉള്ളൂ. പക്ഷെ ഒരു തെരുവ് നായയെ നമ്മൾ കൊന്നാൽ അവൻ്റെ അവസ്ഥ എന്താവും? ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളൊക്കെ കിടക്കുകയാണ്. ഇപ്പം മെമ്പർ പറഞ്ഞ പോലെ ഇതിനൊന്നൊരു പരിഹാരമോ അല്ലെങ്കിൽ ഇതിനൊരു ഉത്തരമോ ഇല്ല നമുക്ക് ആർക്കും തരാൻ, അല്ലേ? കാരണം ഇതൊക്കെ ഒരു എന്താ പറയണ, പിന്നെ ഇതുകൊണ്ട് എന്ത് പ്രയോജനം, ഈ വീഡിയോ കൊണ്ട് എന്ത് പ്രയോജനം എന്ന് ചോദിച്ചാൽ 10 പേരെ അറിയാം അല്ലെങ്കിൽ അറിയിക്കാമെന്നല്ലാതെ ഇതുകൊണ്ടൊന്നും ചെയ്യാനില്ല. കാരണം ശേഖരേട്ടൻ 1.5 വർഷമായിട്ട് പല സ്ഥലങ്ങളിലും കയറി ഇറങ്ങി പരാതി കൊടുത്തോണ്ടിരിക്കുകയാണ്. മന്ത്രി അല്ലേ, പഞ്ചായത്ത് തലത്ത് മുതൽ പോലീസ് സ്റ്റേഷൻ, പഞ്ചായത്ത് തലത്തിൽ തൊട്ട് മന്ത്രിമാർക്ക് വരെ, കൃഷി ഓഫീസർ, മൃഗാശുപത്രി, മന്ത്രി അങ്ങനെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷെ എല്ലാരും കൈമർത്തിയാണ്, അല്ലേ? ഇതുവരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അനുഭവം ഇതും വന്നിട്ടില്ലല്ലോ. ഇപ്പൊ കൊടുത്തിരിക്കണത് എനിക്ക് ജീവിക്കാനുള്ള സാമ്പത്തികം തന്നെ കാര്യം നമുക്ക് പണിയാൻ പറ്റുന്നില്ല. അതെ അതെ, എന്റെ കച്ചവടക്കാരും ഒക്കെ മാറി നമ്മുടെ ഇന്ന് അടുത്ത ആളിലേക്ക് പോയി. അല്ല, വേറെ വല്ലതും കാണും, ഇവിടെ സാധനം വരുമ്പോ. അതെ അതെ, അങ്ങനത്തെ കുറേ സിറ്റുവേഷനാണ് ഇതുപോലുള്ള കർഷകർക്ക് പറയാനുള്ളത്. കാരണം അവർക്ക് നിലവിൽ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം അവർക്ക് നഷ്ടപ്പെടുന്നു. അവർ ക്യാഷ് കൊണ്ട് വിത്തും അതുപോലെ അവർ കഷ്ടപ്പെട്ട അധ്വാനം വെറുതെ ആകുന്നു. അവർ കാശ് മുടക്കിയത് നശിക്കുന്നു. ഭാവിയിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന ഇതുപോലെ ഒരു കൂട്ടം കർഷകർ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പം എന്തായാലും നമ്മൾ വെറുതെ വലിച്ചു നീട്ടുന്നില്ല. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സ്ഥിതി. എന്ത് ചെയ്യണമെന്ന് നിങ്ങളൊക്കെ തന്നെ പറ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ നാട്ടിലൊക്കെ ഓരോ സ്ഥലങ്ങളിലും ഓരോ ആളുകളുണ്ട് കൃഷി നശിപ്പിക്കുന്ന. ചില സ്ഥലത്ത് സാമൂഹ്യ വിരുദ്ധരുണ്ട്, ചില സ്ഥലത്ത് തെരുവ് നായ്ക്കളുണ്ട്, ചില സ്ഥലത്ത് കാട്ടുപന്നികളുണ്ട്. അങ്ങനെ പലയിടത്തും കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാനുള്ള ഇതുവരെ ഉണ്ടെന്ന് തോന്നണല്ലേ? എന്തോ ലൈസൻസ് അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ കർഷകർക്കും ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നവരും സൈനിങ് ഔട്ട്. മൻസൂർ മുഹമ്മദ്.